ഹായ് കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തേടി പിടിച്ച് കൊണ്ടുവന്ന വേറെ ലെവലൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ് കാണാൻ പോകുന്നത്. ഈ ഒരു വർഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ട്വിസ്റ്റഡ് മൂവിയാണെന്ന് കഥ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥയുടെ പേരാണ് ബുജി ഹില്ലേറ. എനിക്ക് ഒരു കാര്യം ഉറപ്പു പറയാൻ പറ്റും, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കഥയിലെ ട്വിസ്റ്റുകൾ കണ്ടെത്താനേ പറ്റില്ല. കൂടുതൽ കഥയെക്കുറിച്ച് ഒന്നും പറഞ്ഞ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. കഥ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ചങ്ക് കൂട്ടുകാരികളും ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. കഥയുടെ ആരംഭത്തില് ഒരു ഡോക്ടർ, ഈ ഡോക്ടറിന്റെ പേര് ഗാൻ എന്നാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാന് തന്റെ കാർ എടുക്കാൻ നോക്കുമ്പോഴാണ് കാറിന്റെ ടയർ ഓൾറെഡി പഞ്ചറായി കിടക്കുന്ന അങ്ങനെ കാണുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു മെയിൽ നഴ്സിനോട്, അല്ല നീ എങ്ങനെയാ വന്നേ, അവൻ ബൈക്കിലാന്ന് പറയുമ്പോൾ അവന്റെ ബൈക്ക് ചാവി വാങ്ങിയിട്ട് നമ്മുടെ ഡോക്ടർ ഗാന് ആ ഒരു ബൈക്കും എടുത്ത് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോ ആ ഒരു ബൈക്കും കംപ്ലൈന്റ് ആയിട്ട് പകുതി വഴിയിൽ നിന്ന് പോവാണ്. ആഹാ, ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമാണല്ലോ, രാവിലെ ഞാൻ കണ്ണാടി നോക്കിയിരുന്ന അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിന്നിലായിട്ട് ആരോ അദ്ദേഹത്തെ നോട്ടമിടുന്ന പോലെയൊക്കെ അദ്ദേഹത്തിന് ഫീൽ ആവുന്നേ. ചെറുതായിട്ട് ഭയം വന്ന് തന്റെ ഫോൺ എടുത്ത് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ആരാടാ അത് അതും ചോദിച്ച് അത് മുന്നോട്ട് നടക്കുമ്പോ ഏതോ ഒരു മാസ്ക് കെട്ടിട്ടുള്ള ഒരു കോട്ടൊക്കെ തിരിച്ചൊരുത്താൻ കയ്യിൽ ഒരു വടിയില് നിറയെ ആണി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ വടി വെച്ച് ഗാൻ ഡോക്ടറിനെ ക്രൂരമായിട്ട് അടിച്ചു കൊന്നുകളയാണ്. എന്നാൽ ഈ ഒരു മുഖംമൂടി, ഇവൻ ആരാണ്, ഡോക്ടറിനെ എന്തിനാ കൊലപ്പെടുത്തുന്നത്, അതിന്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ പതിയെ കഥ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അടുത്ത സീനില് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടർ, ഇദ്ദേഹത്തിന്റെ പേര് കേശവ് എന്നാണ്. കേശവും അദ്ദേഹത്തിന്റെ ഭാര്യ അനുവും ഒരു കുഞ്ഞു മോളുണ്ട് മീനു, അതുപോലെ കേശവിന്റെ ഭാര്യ അനുവിന്റെ അച്ഛൻ രാമ്. അങ്ങനെ ഇവര് 4 പേരും കൂടി പുതിയ നാട്ടിലേക്ക് നമ്മുടെ കേശവിന് ട്രാൻസ്ഫർ ആയിട്ട് മാറ്റം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഓൾറെഡി ആ ഒരു നാട്ടിലെ സബ് ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയ്ക്കും ഫാമിലിക്കും ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്റെ ഭാര്യ അനുവിനെ ആ ഒരു ഇൻസ്പെക്ടറിനെ നമ്മുടെ ഹീറോ പരിചയപ്പെടുത്താണ്. അങ്ങനെ അവര് സന്തോഷത്തോടെ ആ ഒരു പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ അനു ഒരു ചായ ഇട്ടിട്ട് ഇൻസ്പെക്ടറിന് കൊണ്ടു കൊടുക്കുമ്പോ, മേഡം വീട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ അനു പറയുന്നുണ്ട്, നീ എന്നെ മേഡം എന്ന് വിളിക്കണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതി. എന്നിട്ട് അനു ചോദിക്കുന്നുണ്ട്, എന്റെ മോള് മീനുവിനെ ഈ ഒരു നാട്ടിലെ ഒരു നല്ല സ്കൂൾ പരിചയപ്പെടുത്താവോ? അപ്പൊ ഇൻസ്പെക്ടർ, അതിനെന്താ ചേച്ചി, ഈ ഒരു നാട്ടില് കുറേയധികം സ്കൂളുകളുണ്ട്, അതിൽ നല്ലൊരു സ്കൂൾ തന്നെ നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്തതിന്റെ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇൻസ്പെക്ടർ പറയുന്നത്, സാറേ കഴിഞ്ഞ ദിവസം മോക്കൊരു നല്ല സ്കൂൾ നോക്കാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് പരിചയമുള്ള ഒരു ഹെഡ് മിസ്റ്ററിന്റെ ഒരു സ്കൂളുണ്ട്, നമുക്ക് ആ ഒരു സ്കൂളിൽ ചേർത്താലോ? ആയിക്കോട്ടെ, അതിനെന്താ. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ ഭാര്യ അനുവിനെയും മകളെയും കൂട്ടിട്ട് നേരെ ആ ഒരു സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഹെഡ് മിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, അല്ല മോള് മീനുവിന് എത്ര വയസ്സായി? മോക്കിപ്പോ 8 വയസ്സായി, 3ാം ക്ലാസ്സിൽ ചേർക്കാനും വന്നിട്ടുള്ളേ, പിന്നെ പഠിക്കാൻ കുറച്ച് മടിച്ചാ, കുറച്ച് എക്സ്ട്രാ കെയർ കൊടുത്ത് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഹെഡ് മിസ്റ്റർ, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മള് നല്ല കെയർ തന്നെ കൊടുത്തോളാം. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ ഇൻസ്പെക്ടറെ വിളിച്ചിട്ടുള്ള ഒരു അർജന്റ് കാര്യമുണ്ട്, ഒരു സ്കൂൾ കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങളുടെ മകളുടെ പേര് വശ്യ എന്നാണ്, അവൾക്ക് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അവള് ഡാൻസ് ക്ലാസ്സിന് പോയതാ, എന്നാൽ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല, അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, അവള് വീട്ടിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിട്ട് കുറെ നേരമായി, ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു നോക്കി, എന്നാൽ ഒരു ക്ലൂവും കിട്ടിയില്ല, അതുകൊണ്ട് സാറ് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാവോ? അങ്ങനെ ഹീറോയും ടീമും കൂടി നേരെ പോകുന്നത് ആ ഒരു പെൺകുട്ടി വശ്യ അവസാനമായിട്ട് പോയെന്ന് പറയുന്ന ആ ഒരു ഡാൻസ് ക്ലാസ്സിലേക്കാണ്. അവിടുത്തെ ഡാൻസ് ടീച്ചറോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നത്, അവള് ക്ലാസ്സിലേക്ക് വന്നിരുന്നു, അവളുടെ ക്ലാസ് കഴിഞ്ഞ് അവള് തിരിച്ച് വീട്ടിലേക്ക് പോയല്ലോ, അവളുടെ വീട് അധികം ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഒരു 100 മീറ്റർ 150 മീറ്ററേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹീറോയും എസ്ഐയും ആ ഒരു നാട്ടില് മുഴുവനായിട്ട് ആ ഒരു കുട്ടി വശ്യ ഏത് റൂട്ടിലൂടെ ആയിരിക്കും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക, ആ ഒരു വഴിയൊക്കെ ഒന്ന് അരിച്ച് പെറുക്കി നോക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു CCTV ക്യാമറ കാണുന്നുണ്ട്. ഈ ഒരു വഴിയാണ് ആ കുട്ടി പോയതെങ്കിൽ ഉറപ്പായിട്ടും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു വിഷ്വല് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു പെൺകുട്ടി ഒരു ഐസ് കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ഐസ് നിലത്തിട്ടിട്ട് ആ ഒരു കുട്ടിയുടെ കുറച്ച് മുൻപിലെ ആരോ ഒരാൾ ആ കുട്ടിയെ കാത്തുനിൽക്കുന്നുണ്ട്. അയാളുടെ അരികിലേക്ക് ആ കുട്ടി പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചെന്ന് കാണുന്നില്ല. അതായത് ആ ഒരു കുട്ടിയെ ആരോ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ട് പോയതാണെന്ന് ഹീറോയ്ക്ക് ഉറപ്പാണ്. അങ്ങനെ ഹീറോയും എസ്ഐയും കൂടി ആ ഒരു കുട്ടി അവസാനം ഐസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ആ കുട്ടി കഴിച്ച് നിലത്തിട്ട ആ ഒരു ഐസിന്റെ കമ്പ് കിട്ടുന്നുണ്ട്. ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഐസിൽ എന്തോ ഒരു മരുന്ന് മിക്സ് ചെയ്തിട്ടാണ് ആരോ പ്ലാൻ ചെയ്ത് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ
എവിഡൻസ് ആയിട്ട് ആ ഒരു ഐസ് കുറ്റി എടുത്ത് നേരെ ഫോറൻസിക് ടീമിന് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറോ നേരെ പോകുന്നത് തന്റെ വീട്ടിലേക്കാണ്. അതേ സമയത്ത് ഹീറോയുടെ വീട്ടില് ഹീറോയുടെ വൈഫ് അനുവും അവരുടെ അച്ഛൻ റാമും കൂടി ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല് ഈ ഒരു നാട്ടില് ആരോ 8 വയസ്സ് മാത്രമുള്ള പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ന്യൂസ് കേട്ടപ്പോ വല്ലാതെ ഭയന്നിട്ട് നമ്മുടെ ഹീറോയുടെ വൈഫ് അനു നേരെ ഹീറോയോട് പറയുന്നുണ്ട്, ഈ നാട്ടിലെ കുട്ടികളെ കാണുന്നില്ല എന്നുള്ള ന്യൂസ് കാണുമ്പോ എന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി പോലെ. നമ്മുടെ മോള് മീനുവിനും 8 വയസ്സല്ലേ, നമ്മുടെ മോളെ ഒരു വർഷത്തേക്ക് സ്കൂളിലേക്ക് അയക്കാതിരുന്നല്ലോ. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്താ അനു ഈ പറയുന്നത്? മോളെ സ്കൂളിലേക്ക് അയക്കണ്ടാന്നോ? ഞാനൊരു പോലീസുകാരനല്ലേ, പോലീസുകാരന്റെ മോളെ തന്നെ സ്കൂളിലേക്ക് അയച്ചിട്ടില്ലെങ്കിലേ നാട്ടിലെ ബാക്കിയുള്ള പേരൻസ് എന്താ കരുതുക? ഞാനൊരു പേടി തൊണ്ടനാണെന്നല്ലേ? അത് മാത്രല്ല അവർക്ക് പോലീസിന്റെ മേലുള്ള വിശ്വാസം ഇല്ലാതാവും. നീ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട, മോളെ സ്കൂളിലേക്ക് അയച്ചേക്ക്. ഈ ഒരു പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളിയെ അധികം വൈകാതെ തന്നെ ഞാനും എന്റെ ടീമും പൊക്കിയിരിക്കും. അടുത്ത സീനിലെ സ്റ്റേഷനില് നമ്മുടെ ഹീറോയെ ഒരു ഫോറൻസിക് സർജൻ വിളിക്കുകയാണ്. അതായത് ആ ഒരു പെൺകുട്ടി യൂസ് ചെയ്തെന്ന് പറയുന്ന ഐസിന്റെ ആ ഒരു കുറ്റി ഉണ്ടായിരുന്നില്ലേ, അത് ചെക്ക് ചെയ്തപ്പോ ആ ഒരു ഐസില് ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രഗ് ആര് ഉപയോഗിച്ചു കഴിഞ്ഞാലും 2 ദിവസത്തേക്ക് നല്ല മയക്കായിരിക്കും. അത് കേട്ടുകൊണ്ട് തന്നെ ഹീറോ സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഈ ഒരു നാട്ടില് ആരൊക്കെയാണ് ഐസ് വെക്കുന്നത് അവരെ എല്ലാവരെയും ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ SI ഇല്ലേ, ആ ഒരു നാട്ടില് ആരൊക്കെയാണ് ഐസ് വെക്കുന്നത് എല്ലാ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ആൾക്കാരുണ്ട്. അതിൽ ഒരാളെ മാത്രം നമ്മുടെ SI എടുത്ത് പഞ്ഞിക്കിടുകയാണ്. അതായത് ബാക്കിയുള്ള ആളുകൾക്ക് ഒന്ന് പേടിയുണ്ടാവാനേ. എന്നാൽ അയാൾ പറയുന്നത്, സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ആ കൂട്ടത്തില് ഒരു പയ്യൻ മാത്രം വല്ലാതെ വേർക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ആളുകളോടും ഇവിടുന്ന് പോയിക്കോളാൻ പറയാണ്. എന്നാൽ അതിനിടയില് ആ ഒരു വേർത്ത പനില്ലേ അവനെ ഹീറോ പിടിച്ചു വലിക്കുമ്പോ അവൻ പറയുന്നുണ്ട്, സാറേ ഞാൻ എന്താ ചെയ്തേ? നിങ്ങൾക്ക് യഥാർത്ഥ ആളെ കിട്ടിയില്ലേ, അയാളെടുത്ത് പഞ്ഞിക്കിടുകയും ചെയ്തില്ലേ? അപ്പൊ ഹീറോ, പൊന്നു മോനെ, അയാള് വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റേഷനിലെ കോൺസ്റ്റബിളാ, നിന്നെ ഞാൻ ശരിക്കും നോട്ട് ചെയ്തതാ. അങ്ങനെ അവൻ എടുത്ത് പഞ്ഞിക്കിടുമ്പോ അവസാനം അവന്റെ പാദം വന്നിട്ട് അവൻ പറയുന്നുണ്ട്, സാറേ ഞാൻ എല്ലാ കാര്യം പറയാം. അവര് ആരാന്ന് എനിക്കറിയില്ല, പണത്തിന്റെ മോഹത്തിൽ ഞാൻ ചെയ്തു പോയതാ. 2 ആളുകള് ബൈക്കിൽ വന്നിട്ട് കുറച്ച് ഐസ്ക്രീം എന്റെ കയ്യിൽ ഏൽപ്പിക്കും, അതുപോലെ കുറച്ച് പൈസയും തരും. എന്നിട്ട് അവര് തരുന്ന ആ ഒരു ഐസ്ക്രീം ഇല്ലേ, അത് 8 വയസ്സ് മുതൽ 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കാനും പറഞ്ഞ് അവര് പോവാറാണ്. ഞാനും പണക്കൊതിയില് ചെയ്തു പോയതാ സാറേ. അതിനുശേഷം എങ്ങനെയാണ് അവർ ഐസ്ക്രീം കൊടുക്കാറ്, ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുകയാണ്. ആ ഒരു 2 ആളുകള് ബൈക്കിൽ വന്നിട്ട് പൈസയും ഐസ്ക്രീമും കൊടുത്തിട്ട് അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാവറാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ട് മയങ്ങി വീഴുന്ന പെൺകുട്ടികളെ ആ ഒരു ഓട്ടോറിക്ഷയിൽ എടുത്തിട്ട് അവർ പോവാറാണ്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നേ അവർ 2 പേര് മാത്രമല്ല, അവരൊരു വലിയ ഗ്യാങ് തന്നെയാണ്. അതിൽ ഒരു ലേഡി ഉണ്ട്. അങ്ങനെ പ്രസന്റില് അവരുടെ ഗ്യാങ് നടത്തുന്ന അവരുടെ മറ്റൊരു മെത്തേഡിലുള്ള കിഡ്നാപ്പിംഗ് രീതിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ലേഡിയിലെ ഒരു ബിസ്ക്കറ്റില് അവർ ആ ഡ്രഗ് സ്പ്രേ ചെയ്യും. അതിനുശേഷം അവർ നോട്ടിട്ടിട്ടുള്ള ആ ഒരു പെൺകുട്ടികൾക്ക് ആ ഒരു ബിസ്ക്കറ്റ് കൊടുക്കും. അത് കഴിച്ച് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടി മയങ്ങി താഴെ വീഴും. അങ്ങനെ ആ പെൺകുട്ടിയെ ഒരു താടിക്കാരനും ആ ലേഡിയും കൂടി വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കാതെ അതേ ഏരിയയിലൂടെ നമ്മുടെ ഹീറോ വരികയാണ്. അത് കണ്ടപ്പോൾ താടി പറയുന്നുണ്ട്, നീ തൽക്കാലം അങ്ങോട്ട് പോ, ഞാൻ ഇവിടുന്ന് വേസ്റ്റ് എടുക്കുന്ന പോലെ ആക്ട് ചെയ്യാം. അങ്ങനെ ഒരു ചാക്കില് കുറച്ച് വേസ്റ്റിൽ എടുത്തിട്ടാണ്. അപ്പോഴാണ് ഹീറോ അവരെ പാസ് ചെയ്ത് പോന്നെ. അപ്പൊ ആ താടിയെ കണ്ടിട്ട് ഹീറോയ്ക്ക് ഡൗട്ട് അടിച്ചിട്ട്, താടി നിങ്ങവാ. അങ്ങനെ അവൻ അടുത്ത് വിളിക്കുമ്പോഴാണ് അവന്റെ ചാക്കിൽ നിന്ന് രക്തം ഒലിക്കുന്ന ഹീറോ കാണുന്നേ. അപ്പൊ ഹീറോ, എന്തേത് ചാക്കിൽ രക്തം? അപ്പൊ അവൻ ആ ചാക്ക് തുറന്നിട്ട് അതിൽ നിന്നൊരു എലി എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ ഹീറോയും അവനെ പറഞ്ഞയച്ച് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയും വൈഫ് അനുവും കൂടി അവരുടെ മകളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ അവളുടെ കയ്യിലൊരു ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ദൂരം മറ്റൊരു പെൺകുട്ടി കാണാണ്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ചോക്ലേറ്റ് വേണോ? അങ്ങനെ അവൾക്കൊരു ചോക്ലേറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ അവരുടെ ഹെഡ് മിസ്ട്രസ് ഇല്ലേ, അവര് കുറച്ച് റൂഡായിട്ട് വീടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മുടെ ഹീറോയും അനുവും കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർക്കൊരു നമസ്കാരം പറഞ്ഞിട്ട് അവിടുന്ന് അവർ തിരിച്ചു പോവാണ്. അടുത്ത സീനിലെ അനുവും അതുപോലെ ഇൻസ്പെക്ടറും കൂടി ഒരു അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇൻസ്പെക്ടറിന് ഒരു കോള് വരുന്നത്. അതിൽ എന്താ പറയുന്നത് വെച്ചാല് ഒരു ചെറിയ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോ തന്റെ ടീമിനെയും കൂട്ടിയിട്ട് ആ ഒരു ക്രൈം സീനിലേക്ക് പോയി നോക്കുമ്പോൾ ആ പെൺകുട്ടി ഏതാന്ന് വെച്ചാല് കുറച്ചു നേരത്തെ ഹീറോയും ഭാര്യയും കൂടി മകളെ സ്കൂളിൽ ഇറക്കി വിട്ടപ്പോ മറ്റൊരു പെൺകുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തിരുന്നില്ലേ, ആ ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ട് കിടക്കുന്നത്. ആ ഒരു കാഴ്ച കണ്ട് ഹീറോയുടെ മനസ്സ് തകർന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ഈ പെൺകുട്ടിയെ കണ്ടേ, അടുത്ത ദിവസം കാണുന്നത് ഇങ്ങനൊരു അവസ്ഥയിലും അല്ലേ. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാണ്. അങ്ങനെ നേരെ ആ ഒരു പോസ്റ്റ്മോർട്ടം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവര് പറയുന്നത് ഈ പെൺകുട്ടിക്ക് പുറമേന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, അവളുടെ എല്ലാ ഓർഗൻസും നോർമലാണ്. എന്നാൽ അവളുടെ ഹാർട്ട് മാത്രം ആരോ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്ത്, കുട്ടിയുടെ ഹൃദയം മാത്രം കൊണ്ടുപോയെന്നോ? അല്ല, ഈ ഒരു പെൺകുട്ടിയെ സെക്ഷലി ഉപദ്രവിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഡോക്ടർ, അങ്ങനെ ഒന്നും ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ വളരെ നീറ്റായിട്ട് അവളുടെ ഹൃദയം മാത്രം അവര് റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ വൈഫ് അവനൊരു ഡോക്ടറെ കാണാൻ പോവാണ്. എന്നിട്ട് അവരോട്, എനിക്ക് 8 വയസ്സുള്ളൊരു മകളുണ്ട്, അവള് ക്ലാസ് പോയതാ, അവൾക്ക് ചെറിയൊരു പനിയുണ്ട്, അതിന് മെഡിസിൻ തരാവോ? അങ്ങനെ ഡോക്ടറും മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയും കുട്ടിയെ കാണാതെ ചെക്ക് ചെയ്യാതെ മരുന്ന് ആരും എഴുതി കൊടുക്കാറില്ലല്ലോ. ഡോക്ടർ പറയുന്നേ, ഈ ഒരു ടാബ്ലറ്റ് കൊടുത്തോക്ക്, നാളെ
നാളത്തേക്ക് പനി കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. അങ്ങനെ അനുവും അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരാൾ വിളിച്ചിട്ട് ആ നാട്ടിലെ വയലിലായിട്ട് ഒരു പെൺകുട്ടി കൂടി മരണപ്പെട്ട് കിടക്കുന്ന കാര്യം പറയാണ്. അല്ല, ഇപ്പൊ അടുത്തല്ലേ ഒരു പെൺകുട്ടി മരണപ്പെട്ടെ, അതിനുള്ളിൽ മറ്റൊരു കുട്ടിയും കൂടിയോ? അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വരെ പോയി നോക്കുമ്പോൾ കുറച്ചു നേരത്തെ ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഒരു പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെയും ഹൃദയം മാത്രം ആരോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഹീറോയും ഇൻസ്പെക്ടറും കൂടി ആ നാട്ടിലെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ആദ്യം ആരാ ഈ പെൺകുട്ടിയുടെ ബോഡി കണ്ടേ? അപ്പൊ അയാള് മുൻപിലേക്ക് വരികയാണ്. അല്ല, നിങ്ങൾ എങ്ങനെയാ ഡെഡ് ബോഡി കണ്ടേ? അയാൾ പറയുന്നുണ്ട്, സാറേ രാവിലെ ഞാൻ എന്റെ സ്ഥലത്തേക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നാൽ എന്താ സംഭവിച്ചെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഉടനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യായിരുന്നു. അങ്ങനെ ആ ഒരു കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് ആ ഏരിയ മുഴുവനായിട്ട് പോലീസ് ടീം അരിച്ച് പൊറുക്കാണ്. അപ്പോഴാണ് ആ ഒരു വയലിൽ തന്നെ കുറേയധികം മദ്യക്കുപ്പികള്, അതുപോലെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചതിന്റെ ക്യാൻഡിൽസും കേക്കിന്റെ പീസൊക്കെ കാണുന്നത്. കഴിഞ്ഞ രാത്രി ഇവിടെ വെച്ച് ആരോ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. ഹീറോ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ആ ഒരു ബർത്ത്ഡേ ആഘോഷിച്ച ടീമിനെ കണ്ടെത്ത്, എന്നിട്ട് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിട്ടുവാ. അത് മാത്രല്ല, ഈ അടുത്ത് ഈ നാട്ടിലെ ഹോസ്പിറ്റലിലെ ഏതൊക്കെ ചെറിയ കുട്ടികൾക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുവാ. അങ്ങനെ ഹീറോ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോഴാണ് ആ ഒരു ബർത്ത്ഡേ ആഘോഷിച്ച ആ ഒരു ടീമിനെ കണ്ടെത്തിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലൊരുത്തം പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ മാത്രം ഞങ്ങൾ പോയേ, അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതേ സ്ഥലത്ത് വെച്ചാണ് ആ കുട്ടിക്ക് അപകടം സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ വല്ലാതെ ഭയന്നുപോയി. പിന്നെ സാറിന്റെ സംശയം തീർക്കാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഞങ്ങൾ ഫോണിലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ അവര് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് അവര് തിരിച്ചു പോയിട്ടേ ഉള്ളൂ. എന്നാൽ അപ്പോഴാണ് ഹീറോയ്ക്ക് ആ വീഡിയോയില് കുറച്ച് അകലെയായിട്ട് ഒരു സ്കൂൾ വാൻ നിർത്തിയിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നേ. അല്ല, അർദ്ധരാത്രി ആ ഒരു സ്ഥലത്ത് എന്തിനാ സ്കൂൾ വാൻ കൊണ്ട് നിർത്തിയിട്ടുള്ളത്? അത് മാത്രല്ല, ആ വാൻ ചെക്ക് ചെയ്തപ്പോഴാണ് ഹീറോയുടെ മകള് പഠിക്കുന്ന അതേ സ്കൂളിലെ വാൻ തന്നെയാണത്. അങ്ങനെ നല്ല സംശയം തോന്നിയിട്ട് അടുത്ത ദിവസം തന്നെ നേരെ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അവിടുത്തെ സ്കൂൾ ബസ്സുകൾ ഓടിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതോ ഒരു ഡ്രൈവർ ഇല്ലേ, അവൻ പേടിച്ച് അവിടെ നിന്ന് തടി കാലിയാക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവനെ വെറുതെ വിടുവോ? പിന്നാലെ പോയിട്ട് അവനടുത്ത് പഞ്ഞു കിടുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, സാറേ ഞാൻ തന്നെ അത് കട്ടെടുത്തേ. അപ്പൊ ഹീറോ, അല്ല നീ എന്താ പറയുന്നേ? സാറ് കണ്ടുപിടിച്ച പോലെ തന്നെ എന്റെ കുടുംബത്തില് വല്ലാതെ സാമ്പത്തിക പ്രശ്നം വരുമ്പോ ഞാൻ തന്നെയാണ് എന്റെ ബസ്സിൽ കൊണ്ടാക്കാറുള്ള സ്കൂൾ കുട്ടികളുടെ ചെയിനോ മോതിരോ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാറ്, അല്ലാതെ ഞാൻ അതിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്തില്ല സാറേ. ഇതുവരെയായിട്ട് ഞാൻ വിറ്റിട്ടുള്ള എല്ലാ സാധനവും എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തന്നോളാം. അങ്ങനെ അവനെ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിങ്ങളുടെ സ്കൂളിലെ പല കുട്ടികളുടെയും സ്വർണം അടിച്ചു മാറ്റിയത് അത് ഇവനാണ്. അങ്ങനെ അവന്റെ ജോലി തെറിക്കാണ്. അങ്ങനെ ഹീറോ നേരെ അവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യാണ്. അതിനുശേഷം ഹീറോ പറയുന്നുണ്ട്, എനിക്ക് സ്കൂളിലെ CCTV ക്യാമറ വിഷ്വൽസ് ഒന്ന് കാണണല്ലോ. അങ്ങനെ ആ ഒരു വിഷ്വൽസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് കഴിഞ്ഞ രാത്രി ഒരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ, അതേ സ്ഥലത്ത് കണ്ട അതേപോലത്തെ ഒരു സ്കൂൾ വാനില്ലേ, അത് കഴിഞ്ഞ ദിവസം മുഴുവനായിട്ട് ഈ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു വാൻ എന്തായാലും പുറത്തു പോയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഇതേപോലത്തെ മറ്റൊരു ഫേക്ക് വാൻ ഉണ്ടാക്കിയിട്ട് ഇതേ നമ്പർ ആ ഒരു വാനിൽ സെറ്റ് ചെയ്തിട്ട് ആരോ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇതിന്റെ പിന്നില് എന്തായാലും ഒരു വലിയ ഗ്യാങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സീനില് സൂപ്രണ്ട് ഓഫ് പോലീസ് SP ഹീറോയെ വിളിച്ചിട്ട് ഹീറോയ്ക്ക് വയറ് നിറച്ച് കൊടുക്കുകയാണ്. നിന്നെ ഈ ഒരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്തിനാ? ഈ നാട്ടിൽ നടക്കുന്ന ക്രൈം സ്റ്റോപ്പ് ചെയ്യാനാണ്. എന്നാൽ പഴയതിലും 2 ഇരട്ടി ക്രൈമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹീറോ, സാറേ അധികം വൈകാതെ തന്നെ ആ ഒരു ടീമിനെ ഞാൻ പൂട്ടിയിരിക്കും. ഇവിടെ ഏതൊരു വലിയ ഗ്യാങ് ഉണ്ടെന്ന് തോന്നേ, അവര് പെൺകുട്ടികളെ മാത്രമാണ് നോട്ടമിട്ട് തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ SP ഹീറോയുടെ ചെവി തന്നിട്ട് ഫോൺ കട്ടിയാണ്. അടുത്ത സീനില് ആ ഒരു താടിയും അവന്റെ ടീമും ഇല്ലേ, അവര് കുറേയധികം കുട്ടികളെ വീണ്ടും തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികളെ നഷ്ടപ്പെട്ട കുറേയധികം പാരന്റ്സ് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട്, ഈ ഒരു നാട്ടിലെ പോലീസ് മര്യാദക്ക് ഒരു ജോലിയും ചെയ്യുന്നില്ല, ഞങ്ങളുടെ കുട്ടികളെ കാണാതായിട്ട് എത്ര ദിവസമായി, അതുപോലെ എത്ര കുട്ടികളാ ഈ നാട്ടിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ സമരം തന്നെ സ്റ്റേഷന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോയുടെ ഇൻവെസ്റ്റിഗേഷനില് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. തല പൊട്ടി പോകുന്നത് തോന്നുന്നുണ്ട്. ഇനി മേലില് ഒരു കുട്ടിക്കും ഒന്നും സംഭവിക്കാതിരിക്കാനേ ആ ഒരു നാട് മുഴുവനായിട്ട് പോലീസ് കാവല് കൊടുക്കാണ്. എന്നിട്ടും ഹീറോ പ്രതീക്ഷ പോലെ കുട്ടികളെ കാണാതാവുന്നത് സ്റ്റോപ്പ് ആവുന്നേയില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു താടിയും ടീമും ഡിസ്കസ് ചെയ്യാണ്. ഇതുവരെയായിട്ട് നമ്മൾ കടത്തി വെച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും നാളെ രാത്രി വരുന്ന ലോറിയിൽ നമ്മൾ കയറ്റിവിടും. ഇപ്പോഴാണെങ്കിൽ പോലീസ് ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ആ ഒരു കുട്ടികൾ മുഴുവന് മുംബൈയിൽ എത്തിയാലേ നമുക്ക് സമാധാനാവും. അപ്പൊ കൂട്ടത്തിൽ ഒരുത്തം പറയുന്നുണ്ട്, പോലീസിന്റെ കാര്യം ഓർത്തിട്ട് ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഇത്രയും നാളായിട്ട് നമ്മുടെ ഒരു ചെറു വിരല് തൊടാന് അവർക്ക് പറ്റിയോ? അടുത്ത സീനില് നമ്മുടെ ഹീറോയ്ക്ക് ഓൾറെഡി തല ചൂടായിരിക്കല്ലേ. ഇതുവരെയായിട്ട് 12ഓളം കുട്ടികളെ കാണാതായിട്ടുണ്ട്. എന്നാലും തന്റെ അന്വേഷണത്തില് എവിടെയായിരിക്കും എന്തെങ്കിലും ക്ലൂ താൻ മിസ്സാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ഇതുവരെയായിട്ട് ഹീറോ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ എവിഡൻസും ഹീറോ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കൽ ഒരു താടിക്കാരന്റെ ബാഗില് രക്തം കണ്ട് അവനെ വിളിപ്പിച്ചപ്പോ അവനൊരു എലിയെ കാണിച്ചിട്ട് രക്ഷപ്പെട്ടു പോയിരുന്നില്ലേ, ആ ഒരു വീഡിയോ തന്നെ വീണ്ടും ഹീറോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് അവന്റെ മുതുകിൽ ചുമന്ന ആ ഒരു ചാക്കിനുള്ളിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കൈ പുറത്തേക്ക് വന്നത് ഹീറോ കാണുന്നത്. ആഹാ,
പൊന്നു മോനെ, നീ ആയിരുന്നു അപ്പോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നേ? കൺമുമ്പിൽ വന്നിട്ട് നീ എനിക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. ഉടനെ തന്നെ SI വിളിച്ചിട്ട് ആ ഒരു താടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് എല്ലാ സ്റ്റേഷനിലേക്കും ഫോട്ടോ അയച്ചു കൊടുത്ത് അവനെ തൂക്കാൻ പറയാണ്. അടുത്ത സീനില് സ്റ്റേഷനിലേക്ക് ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടി കൂട്ടിയിട്ട് വരികയാണ്. പാരന്റ്സ് പറയുന്നുണ്ട്, എന്റെ മോള് കോളേജിലേക്ക് പോകുമ്പോ ഏതോ ഒരുത്തൻ എന്റെ മോൾക്ക് സമാധാനം നൽകുന്നില്ല, അതുകൊണ്ട് അവന്റെ പേരില് ഉടനെ തന്നെ കേസെടുക്കണം. നമ്മുടെ ഹീറോ ആ ഒരു പെൺകുട്ടിയോട് സംഭവിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവനെ പിടിക്കാനായിട്ട് ആ ഒരു ഫാമിലിയുടെ കൂടെ SI അയക്കാണ്. അങ്ങനെ SI 2-3 അസിസ്റ്റൻസിനെയും കൂട്ടിയിട്ട് സാധാരണ ആ ഒരു പെൺകുട്ടി ഉപദ്രവിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ അവളോട് ചോദിക്കുന്നുണ്ട്, ശരിക്ക് അവൻ ആരാണെന്നറിയോ? അവൻ ആരാണെന്ന് അറിയില്ല സാറേ, എന്നാൽ ഒരു ദിവസം പോലും വിടാതെ അവൻ എന്നും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സാധാരണ നീ വീട്ടിലേക്ക് പോറുള്ള ആ ഒരു വഴിയെ തന്നെ പോയിക്കോ, ഇന്ന് അവൻ വരുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആ ഒരു പെൺകുട്ടി സാധാരണ അവനെ ആ ഒരു റൗഡി ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലെത്തിയിട്ടും അവനെ അവിടെ എവിടെയും കാണാനില്ല. അപ്പോഴാണ് ആ ഒരു ഏരിയയിലേക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു റൗഡിയില്ലേ, അവനവന്റെ കൂട്ടാളിയും കൂട്ടി വരുന്നേ. അവൻ നേരെ വന്ന് ആ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതായത് പെൺകുട്ടി പറഞ്ഞ ആ ഒരു പൂവാലൻ അത് ഇവൻ തന്നെയാണ്. അവനെ കണ്ടപ്പോഴാണ് നമ്മുടെ ഹീറോ ഓൾറെഡി ഈ ഒരു താടിയെ തേടി ഇറങ്ങാൻ പറഞ്ഞിരുന്നില്ലേ, ഹീറോയെ വിളിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതും ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന റൗഡിയും രണ്ടും ഒരാളാണ്. ഉടനെ തന്നെ ആ ഒരു റൗഡിയെ ലോക്കിയാനായിട്ട് നമ്മുടെ ഹീറോ ഗണ്ണുമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ SIയും SIയുടെ ടീമും അവനെ തൂക്കാൻ റെഡിയാവാണ്. എന്നാൽ അപ്പോഴാണ് ആ ഒരു റൗഡി SIയുടെ കയ്യിലെ ഗണ്ണ് കാണുന്നത്. ഉടനെ തന്നെ ആ പെൺകുട്ടി പിടിച്ച് ഒരു കമ്പി അവളുടെ നേരെ ചൂണ്ടിയിട്ട്, മര്യാദക്ക് ആ ഗണ്ണ് താഴെയിട്ടോ, ഇല്ലെങ്കിൽ ഇവള് ഇവിടെ വെച്ച് ഞാൻ തീർക്കും. ഉടനെ തന്നെ നമ്മുടെ SI ആ ഗണ്ണ് നിലത്ത് വെക്കാണ്. എന്നിട്ട് ദയവ് ചെയ്ത് ആ പെൺകുട്ടി ഒന്നും ചെയ്യരുത്. എന്നാൽ അവന് ബൈക്കിൽ തിരിഞ്ഞിരുന്നിട്ട് ആ പെൺകുട്ടിയുടെ മുടി പിടിച്ച് പിന്നോട്ട് വലിച്ചുകൊണ്ടുപോവാണ്. എന്നിട്ട് ദേഷ്യത്തില്, പൊന്നുമോളെ നീ പോലീസിനെ കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള, എന്നിട്ട് ആ കമ്പി വെച്ച് അവളുടെ ശരീരത്തിൽ മുറിവിട്ട് അവളെ തള്ളി തെറിപ്പിച്ചിട്ട് പോവാണ്. ഉടനെ തന്നെ നമ്മുടെ SIയുടെ ടീം ആ ഒരു കുട്ടിയെ രക്ഷിക്കാനായിട്ട് പാഞ്ഞെടുക്കുമ്പോ അതിനുള്ളിൽ നമ്മുടെ ഹീറോ ആ ഒരു സീനിലേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോയെ കണ്ടപ്പോ ആ ഒരു ഗ്യാങ്സ്റ്റർ ഇല്ലേ, അവൻ നടുവിരൽ കാണിച്ച് ഹീറോയെ കളിയാക്കിയിട്ട് പോവാണ്. എന്നാൽ ഹീറോയുടെ രക്തം തിളച്ചിട്ടുണ്ട്. അവന്റെ നടുവിരല് ഹീറോ ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ച് കളയുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണ രണ്ടെണ്ണത്തിനെയും അടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ആ ഒരു ഗ്യാങ്സ്റ്ററിന്റെ ടീമിലുള്ള ലേഡിയിലെ അവളടക്കം വന്നിട്ട് ഹീറോയോട് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവളെയൊക്കെ പെണ്ണെന്ന് പറയാൻ പറ്റുമോ, അവൾക്കിട്ടും കണക്കിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ബെൽറ്റ് വെച്ച് അവരെ അടിച്ചു പിഴിഞ്ഞിട്ട്, മര്യാദക്ക് പറടാ, എവിടെയാടാ ആ ചെറിയ കുട്ടികളെ അടച്ചു വെച്ചിട്ടുള്ളത്? വേദന സഹിക്കാൻ പറ്റാതെ ആ കുട്ടികളെ അടച്ചു വെച്ച സ്ഥലം അവർ പറയാണ്. അങ്ങനെ കുട്ടികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ട് അവരുടെ പാരന്റ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു അച്ഛനും അമ്മയ്ക്ക് മാത്രം അവരുടെ കുട്ടിയെ ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. അവരാ കാര്യം പറഞ്ഞ് സങ്കടത്തിൽ കരയുമ്പോ ഹീറോ നേരെ റൗഡി എടുത്ത് പോയിട്ട് അവനെ ചവിട്ടി പിഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, പൊന്നു മോനെ, ആ ഒരു കുട്ടിയുടെ അവളെ നീ കൊന്നുകളഞ്ഞോ? അങ്ങനെ അവന്റെ തൊലിയുടെ അളവെടുക്കുമ്പോ അവൻ പറയുന്നുണ്ട്, സാറെ ഒന്ന് അടി നിർത്ത്, ഞാൻ ആകെ 9 കുട്ടികളെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ആ 9 കുട്ടികളെയും ഇപ്പോ സാറ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദേശത്തിലെ ഹീറോ പച്ച നുണ പറയുന്നു, നീ തട്ടിക്കൊണ്ടുപോയത് 12 കുട്ടികളെയാണ്. അതില് 9 കുട്ടികളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, 2 കുട്ടികൾ മരണപ്പെട്ടു, എന്നാലും ഒരു കുട്ടി ബാക്കിയുണ്ട്. ആ കുട്ടി എവിടാ? അപ്പൊ അവൻ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ കുട്ടികളെ മുമ്പിലേക്ക് കടത്തുന്ന ടീമാ, ഒരു കേടുപാടില്ലാതെ കുട്ടികളെ കൊടുത്താലേ നമുക്ക് പൈസ കിട്ടൂ. സാറ് പറയുന്ന പോലെ കൊലപ്പെടുത്തി കഴിഞ്ഞാലേ പിന്നെ എങ്ങനെയാ പൈസ കിട്ടുക? ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത് തന്നെ പണത്തിന് വേണ്ടിയിട്ടല്ലേ. പൊന്നുമോനെ നീ ഫിലോസഫി പറയാ. അങ്ങനെ വീണ്ടും അവനെ അടിച്ചു പിഴിയുമ്പോ നമ്മുടെ ഇൻസ്പെക്ടർ വന്ന് ഹീറോയെ സ്റ്റോപ്പ് ചെയ്യാണ്. സാറേ ഇങ്ങനെ ചോദ്യം ചെയ്താല് അവൻ ചത്തുപോയെ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ കൂടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഹീറോ ഒരു കുട്ടിയെ കാണുന്നില്ല എന്ന് അവനെ ഇടിച്ചു പിഴിഞ്ഞ് ചോദിച്ചില്ലേ, അതേ പെൺകുട്ടിയുടെ ബോഡി തന്നെയാണ് അവര് ആ ഒരു ക്രൈം സീനിൽ വെച്ച് കാണുന്നത്. ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ചലനമറ്റ അവരുടെ മകളെ കണ്ടിട്ട് തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും SIയും കൂടി എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് ആ ഒരു ഏരിയ മുഴുവൻ തേടി നോക്കുമ്പോൾ അവർക്കൊരു ഫുട് പ്രിന്റ് കിട്ടുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഹീറോ SIയോട് പറയുന്നുണ്ട്, എന്റെ സംശയം ശരിയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ആ കൊലയാളിയുടെ ഫുട് പ്രിന്റ് ആയിരിക്കും. അങ്ങനെ ആ ഒരു ഫുട് പ്രിന്റിന്റെ ഫോട്ടോ ഫോറൻസിക്കിന് കൊടുക്കാൻ എടുത്തു വെക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വന്ന് പറയുന്നത്, ഞാനൊരു ഫോറൻസിക് സർജനാണ്. ആ പെൺകുട്ടിയുടെ ബോഡി ചെക്ക് ചെയ്തപ്പോ ആ കുട്ടിയുടെ ഹൃദയം ആരും റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടെടുത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് ആ ഒരു ഹൃദയം റിമൂവ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷന് യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഹീറോയും ഇൻസ്പെക്ടറും കൂടി ഈ ഒരു സർജറി എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന പ്രത്യേകതരം മെഡിക്കൽ ഷോപ്പുകളിലെ അങ്ങനെയുള്ള ഓരോ ഷോപ്പിലും അന്വേഷിച്ച് നോക്കാണ്. അങ്ങനെ അവസാനം ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്ന കടയിൽ വന്നിട്ട്, കഴിഞ്ഞ ഒരു മാസം നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ആരൊക്കെ ഹാർട്ട് സർജറിക്ക് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ട് പോയിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് വേണമല്ലോ. അങ്ങനെ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ ഒരാൾ മാത്രം, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ മാത്രം എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അയാളുടെ പേര് ആകാശാണെന്നും അതുപോലെ ഫോൺ നമ്പർ
നമ്പറും തന്നിട്ടുണ്ട്. അങ്ങനെ SI ആ ഒരു ഫോൺ നമ്പർ വാങ്ങിയിട്ട് അവൻ വിളിച്ചു നോക്കുമ്പോൾ ആ ഒരു ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു കടയിൽ CCTV ക്യാമറ ഉണ്ടോ? ഇല്ല സാറേ, ഇതുവരെയാണ് ക്യാമറ വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് ഞങ്ങളൊന്ന് ടാപ്പ് ചെയ്യും, കാരണം അയാള് ഇനിയും നിങ്ങളെ കോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ അവൻ എവിടുന്നാ സംസാരിക്കുന്നേ, എന്തൊക്കെയാ സംസാരിക്കുന്നേ, അതുപോലെ അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതിന് ആ ഒരു ലേഡിയും സമ്മതിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഏതൊക്കെ കടയിലെ പോലീസിന് സംശയമുണ്ടോ അവിടുത്തെ എല്ലാ ഫോണും ടാപ്പ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവസാനമായിട്ട് ഹീറോ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ നമ്പർ ടാപ്പ് ചെയ്തിരുന്നില്ലേ, അപ്പോൾ ആ നമ്പറിലേക്ക് ഒരാൾ ഫോൺ ചെയ്തിട്ട് കുറച്ച് സർജിക്കൽ എക്യുപ്മെന്റ്സ് വേണമെന്ന് പറയുന്നത്. ആ ഒരു ശബ്ദം ഹീറോ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ആ ശബ്ദം കേട്ടതായിട്ട് എവിടെയോ ഓർമ്മയുണ്ട്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഹീറോയുടെ ഭാര്യ അനുവിന്റെ അച്ഛനില്ലേ രാജ്, അങ്ങേരാണ്. ആ ഒരു ശബ്ദം കേട്ട് ഹീറോ ഷോക്കായി നിൽക്കുമ്പോൾ അടുത്ത സീനില് എങ്ങനെയാണ് രാജ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ആ ഒരു സീനാണ് കാണുന്നത്. ഇതുവരെയായിട്ട് 3 പെൺകുട്ടികളെ അങ്ങേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഹൃദയം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ആ ഒരു ബോഡികളൊക്കെ ഡിസ്പോസ് ചെയ്തതാണ്. ആ ഒരു വാർത്ത അറിഞ്ഞ് ഷോക്കോടെ ഹീറോ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ SI ഹീറോയോട് പറയുന്നുണ്ട്, ഓൾറെഡി ക്രൈം സീനിൽ നിന്ന് ഒരു ഷൂസിന്റെ ഫുട് പ്രിന്റ് കിട്ടിയിരുന്നില്ലേ, അത് ചെക്ക് ചെയ്തപ്പോൾ നോർമലി പോലീസുകാർ മാത്രം യൂസ് ചെയ്യുന്ന ഷൂസ് ആണത്. അതുമാത്രമല്ല ആ ഒരു ഷൂസ് സൈസും ഹീറോയുടെ ഷൂസ് സൈസും കറക്റ്റ് ആണ്. അതും കൂടി കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട്, അതായത് തന്റെ അമ്മായിയപ്പൻ തന്നെയാണ് കൊലയാളി. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓൾറെഡി അമ്മായിയപ്പനില്ലേ രാജ്, അങ്ങേര് എങ്ങോട്ടോ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങേര് ഹീറോയുടെ ഷൂസാണ് എടുത്ത് ധരിക്കുന്നത്. അപ്പൊ ഹീറോ, അത് എന്റെ ഷൂസ് അല്ലേ? അയ്യോ, ഷൂസ് മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, നമ്മള് രണ്ടുപേരുടെയും ഷൂ സൈസ് ഏകദേശം ഒന്ന് തന്നെയല്ലേ, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ മാറിപ്പോയത്. ഞാനൊന്ന് കടയിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ സ്കൂട്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ അമ്മായിയപ്പന്റെ മേലെ നല്ല സംശയമുള്ളതുകൊണ്ട് ഹീറോയും ബൈക്ക് എടുത്ത് അങ്ങേരുടെ പിന്നാലെ പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ സംശയിച്ച പോലെ തന്നെ അങ്ങേര് നേരെ പോകുന്നത് ഓൾറെഡി ഹീറോ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതേ മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അങ്ങനെ കുറച്ച് സർജിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ട് അവിടുന്ന് എങ്ങോട്ടേക്ക് പോവാണ്. നോക്കുമ്പോൾ അങ്ങേര് പോകുന്നത് ഒരു കാട് പോലുള്ള ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ കുറച്ചുള്ളിലെത്തിയപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു സ്കൂൾ വാൻ നിർത്തിയിട്ടുണ്ട്. ഓൾറെഡി ധരിച്ചിട്ടുണ്ടായിരുന്ന അങ്ങേരുടെ ഡ്രസ്സ് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു വാനും എടുത്ത് അവിടുന്ന് പുറപ്പെടാൻ നോക്കാണ്. അപ്പൊ ഹീറോ ഉറപ്പിച്ചിട്ടുണ്ട്, ഇങ്ങേര് തന്നെയാണ് യഥാർത്ഥ കൊലയാളി. അങ്ങനെ അയാള് വാനും എടുത്തിട്ട് നേരെ പോകുന്നത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണ്. അതിന് അയാളെ ട്രൈ ചെയ്യുമ്പോഴാണ് ആ വാനിന്റെ കണ്ണാടിയിലെ പിന്നില് ഹീറോ നിൽക്കുന്ന ആൾ കാണുന്നത്. പണി പാളിന്ന് ഉറപ്പായിട്ട് അയാള് വണ്ടി എടുത്തിട്ട് അവിടുന്ന് തടി കാലിയാക്കുന്നുണ്ട്. ആ ഒരു കുട്ടിയെ ഹീറോ വേഗം തന്നെ ആ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ ഒരു വാനിന്റെ പിന്നാലെ അയാളെ പിടിക്കാൻ ഓടുകയാണ്. ഓടുന്ന സമയത്ത് SIക്ക് ഫോൺ ചെയ്തിട്ട്, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന കൊലയാളി വേറെ ആരുമല്ല, എന്റെ അമ്മായിയപ്പനാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഏതോ ഒരു വണ്ടി വന്നിട്ട് ഹീറോയെ ഇടിച്ച് തെറിപ്പിക്കാണ്. അതിൽ നല്ല പരിക്ക് ഹീറോയ്ക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കാറിൽ നിന്ന് ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹീറോയ്ക്ക് എത്രത്തോളം അപകടം പറ്റി ജീവൻ ലാഭത്തുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്ന ഹീറോയുടെ അമ്മായിയപ്പനും ഭാര്യയും വന്നിട്ട് ഹീറോയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. അടുത്ത സീനിൽ നമ്മൾ പോലീസ് സ്റ്റേഷനാണ് കാണുന്നത്. ഓൾറെഡി ഹീറോയ്ക്ക് ആക്സിഡന്റ് പറ്റിയില്ലേ, അതിൽ നല്ല പരിക്ക് പറ്റിയതുകൊണ്ട് ഒരു 3-4 മാസത്തേക്ക് ഹീറോയ്ക്ക് തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരു ഇൻസ്പെക്ടറെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ പുതുതായിട്ട് നിയമിച്ചിട്ടുള്ളത്. ആ ഒരു ഇൻസ്പെക്ടർ ആരെ നോക്കുമ്പോൾ അയാള് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയെ ആക്സിഡന്റ് പെടുത്തിയില്ലേ, ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലാൻ നോക്കിയേ അയാള് തന്നെയാണ്. ആഹാ, ഇങ്ങനെ പോലീസുകാരായിരുന്ന അയാള് നേരെ വന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു നാട്ടിൽ നടക്കുന്ന പെൺകുട്ടികളുടെ കൊലപാതകില്ലേ ആ ക്രൈം ഫയൽസ് മൊത്തം ചെക്ക് ചെയ്യാണ്. രണ്ടാമത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ഹൃദയം ചൂഴ്ന്നെടുത്ത് അവരെ കൊലപ്പെടുത്തുന്ന ടീം. എന്നിട്ട് അങ്ങേര് നമ്മുടെ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ പഴയ ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ കേശവനില്ലേ, അങ്ങേരെങ്ങനെയായിരുന്നു? അങ്ങേരുടെ കാര്യം എന്തിനാ സാറ് ചോദിക്കുന്നേ? അങ്ങേര് രാവും പകലും ഇല്ലാതെ ഈ ഒരു പെൺകുട്ടികളുടെ കൊലപാതകത്തിന് പിന്നിലെ കൊലയാളിയെ പിടിക്കാന് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ അങ്ങേര് പറയുന്നതെന്ന് വെച്ചാല്, എനിക്ക് കേശവന്റെ മേലെയും നല്ല സംശയമുണ്ട്. അവന് ഈ നാട്ടിലേക്ക് വരുന്നതിന് മുൻപും ഇതേ നാട്ടില് കുട്ടികളെ തട്ടിക്കൊണ്ടു പോലുണ്ടായിരുന്നു. എന്നാല് കേശവൻ എന്നാണോ ഈ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തത് അതിനുശേഷമാണ് കുട്ടികളുടെ മരണം സംഭവിക്കാൻ തുടങ്ങിയത്. രണ്ടാമതായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് പല നാട്ടിലും സംഭവിക്കുന്നുണ്ട്. എന്നാല് കുട്ടികൾ തുടർച്ചയായിട്ട് കൊലപ്പെടുക, അവരുടെ ഹൃദയം നഷ്ടപ്പെടുക, അത് ഈ നാട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ. മൂന്നാമതായിട്ട് ആ ഒരു ക്രൈം സീനിൽ നിന്ന് നിങ്ങൾക്കൊരു ഫുട് പ്രിന്റ് കിട്ടിയിരുന്നില്ലേ, ആ ഫുട് പ്രിന്റും കേശവന്റെ ഫുട് പ്രിന്റ് ആയിട്ട് പക്കയായിട്ട് മാച്ച് ആയിട്ടില്ലേ. അത് കേട്ടപ്പോ SIക്ക് സംശയം വരാണ്, ചിലപ്പോ സത്യമായിരിക്കോ. അപ്പോ ഹെഡ് പറയുന്നുണ്ട്, എനിക്ക് ആ കേശവന്റെ മുഴുവൻ ഡീറ്റെയിൽസ് വേണമല്ലോ. അങ്ങനെ ഹീറോയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ചെറുപ്പത്തിൽ ഹീറോയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. അതിനുശേഷം ഒരു ഓർഫനേജിലായിരുന്നു ഹീറോ വളർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഓർഫനേജിലേക്ക് വിളിച്ചിട്ട് ഹീറോയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കേശവൻ അവനൊരു വ്യത്യസ്തമായ കുട്ടിയാണ്, അധികം ആരോടും സംസാരിക്കില്ലായിരുന്നു, എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കലാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ട ആ ഒരു വിഷമത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ്. മറ്റുള്ള കുട്ടികളുമായിട്ട് അവൻ ഒരിക്കലും കൂട്ടുകൂടാത്തതുകൊണ്ട് തന്നെ അവരെല്ലാവരും കേശവനെ ഒരു ഭ്രാന്തനെന്ന് പറഞ്ഞ് കളിയാക്കി എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ അതിനിടയിലാണ് അവനെ വല്ലാതെ കളിയാക്കിയ ഒരു പയ്യനെ അവൻ
കല്ല് വെച്ചടിച്ച് ഉപദ്രവിക്കുന്നത്. അതുവരെ അവനങ്ങനെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നീട് അവന്റെ പെരുമാറ്റത്തില് എപ്പോഴും ആ ഒരു വയലൻസ് കാണാൻ തുടങ്ങിയപ്പോൾ അവനെ ഞങ്ങള് മറ്റൊരു ഓർഫനേജിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം അവൻ നല്ല രീതിയിൽ പഠിച്ചൊരു ഇൻസ്പെക്ടർ ആയെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതലൊന്നും അവനെ കുറിച്ച് എനിക്ക് അറിയില്ല. നമ്മുടെ ഹീറോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കേട്ടപ്പോൾ ഹെഡ് പറയുന്നുണ്ട് കേശവൻ അവനൊരു പക്ക സൈക്കോയാണ്. എന്നിട്ട് ഇതിനു മുൻപ് നമ്മുടെ ഹീറോ ഏത് സ്റ്റേഷനിലായിരുന്നു വർക്ക് ചെയ്തേ ആ സ്റ്റേഷനിലേക്ക് പോവാണ്. കാരണം ഹീറോയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ആ ഒരു സ്റ്റേഷനിൽ പോയിട്ട് ഹീറോയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. എന്നിട്ട് ആ ഒരു നാട്ടില് ഹീറോ ഏത് വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത് ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവര് പോയി കഴിഞ്ഞ ശേഷം ആ ഒരു വീട്ടിലേക്ക് ആരും താമസിക്കാൻ വന്നിട്ടില്ല. അപ്പൊ ഹെഡ് ചോദിക്കുന്നുണ്ട് അതെന്താ ഈ ഒരു വീട് വേറെ ആരും എടുക്കാതെ? അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് സാറേ അവരുടെ കുട്ടി മരണപ്പെട്ട ശേഷം ഈ ഒരു വീട്ടിലേക്ക് താമസിക്കാന് ആരും വന്നിട്ടില്ല. നാട്ടുകാരൊക്കെ പറയുന്നത് ആ ഒരു കുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ഈ വീട്ടിലുണ്ട് എന്നൊക്കെയാണ്. അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നത് നിങ്ങൾ ഇത് ഏത് കുട്ടിയുടെ കാര്യം പറയുന്നത്? ഹീറോയുടെ കുട്ടി പൂജ അവള് മരണപ്പെട്ടിട്ടൊന്നുമില്ല. അവൾ ഇപ്പോഴും ജീവനോടുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അവൾക്ക് ഞാനാണ് സ്കൂളിലെ അഡ്മിഷന് വാങ്ങിക്കൊടുത്തത്. എന്നാൽ ഈ നാട്ടിലെ ഇൻസ്പെക്ടർ പറയുന്നേ ഇല്ല സാറേ ആ ഒരു കുട്ടി മരണപ്പെട്ടതാ. ആ കുട്ടിക്ക് എന്തോ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ കുട്ടി മരണപ്പെടുന്നത്. അപ്പൊ ഇൻസ്പെക്ടർ അങ്ങനെയാണെങ്കിൽ കേശവന് ചിലപ്പോ 2 പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. ഇല്ല സാറേ അദ്ദേഹത്തിന് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ആ കുട്ടിക്ക് ഹാർട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്? ആ ഒരു ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുമ്പോൾ ആ കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ആ ഒരു കുട്ടിക്ക് ഹാർട്ട് സർജറി നടന്നു. എന്നാൽ കുറച്ച് നാളിന് ശേഷം ആ കുട്ടി മരണപ്പെട്ടു പോയിരുന്നു. അപ്പൊ ഹെഡ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഓപ്പറേഷൻ നടത്തിയ ആ ഡോക്ടർ എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോഴാണ് അങ്ങേര് പറയുന്നത് സാറേ അതിന് ആ ഒരു ഡോക്ടറും ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് നാളിന് ശേഷം കൊല്ലപ്പെടുകയായിരുന്നു. അതിന്റെ പിന്നിലെ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റില്ല. ഇതേ സീൻ തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഹെഡിന്റെ തല പോകുന്നുണ്ട്. ഈ നാട്ടിൽ ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? അല്ല എന്തായാലും ഹീറോയുടെ മകളെ ഒരു സ്കൂളിൽ ചേർത്തിരുന്നില്ലേ? നേരെ സ്കൂളിലേക്ക് പോവാനെ. അങ്ങനെ ഹെഡ് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നുണ്ട് 6 മാസം മുമ്പ് മരണപ്പെട്ട പെൺകുട്ടിക്ക് നിങ്ങൾ എങ്ങനെയാ ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തത്? അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് സത്യത്തില് അവര് സ്കൂളിലേക്ക് വരുമ്പോ ഒരു കുട്ടിയും കൂട്ടിയിട്ട് വരാറില്ല. എന്നാൽ സ്കൂളിലേക്ക് വരുമ്പോ കൂടെ ഒരു കുട്ടിയുള്ള പോലെ അവര് ബിഹേവ് ചെയ്തതാണ്. എനിക്കാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലായില്ല. എന്നാൽ ഒരു ഇൻസ്പെക്ടറും ഫാമിലി അല്ലേ, ഇൻസ്പെക്ടറായിട്ട് അങ്ങേര് എന്തൊക്കെയാ ചെയ്യുന്നേ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങേരുടെ ബിഹേവിയർ കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഇനിയിപ്പോ അയാള് എന്നെ വല്ലതും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് അവരുടെ കൂടെ അവരുടെ കുട്ടിയുള്ള പോലെ ഞാനും അഭിനയിച്ചേ. അങ്ങനെ അവര് ഇല്ലാത്ത കുട്ടിയെ സ്കൂളിൽ ചേർത്ത് മാത്രമല്ല ദിവസവും വന്നിട്ട് ആ ഒരു കുട്ടിയെ സ്കൂളിൽ ഇറക്കി വിടുന്ന പോലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് ആ കുട്ടിയെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെയൊക്കെ അവരെ ആക്ട് ചെയ്യാറുണ്ടായിരുന്നു. ദിവസം അവരുടെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അവർ ഇറക്കി വിടുമ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുക്കും. എന്നാൽ അത് നേരെ നിലത്താണ് വീഴാറ്. അതുപോലും അവർ നോട്ട് ചെയ്യാറില്ല. എന്നിട്ട് അവരുടെ കുട്ടിക്ക് ടാറ്റയും കൊടുത്തിട്ട് അവർ തിരിച്ചു പോകും. എന്നാൽ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോയത് ഹീറോയുടെ ഭാര്യയുടെ അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കാനാണ്. അപ്പോൾ 6 മാസം മുമ്പ് നടന്ന ചില ഫ്ലാഷ് ബാക്ക് അങ്ങേര് എന്നോട് പറയായിരുന്നു. അതായത് 6 മാസം മുമ്പ് നമ്മുടെ ഹീറോയുടെ ഭാര്യ, അവരുടെ അച്ഛൻ, ആ ഒരു ചെറിയ കുട്ടി, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അവര് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ കരുതിയിരുന്നത് ഈ ഒരു ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള കുടുംബം അത് നമ്മുടേതാണെന്നാണ്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കുഞ്ഞുമോള് അവള് മയങ്ങി വീണു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഒരു കുട്ടിയെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടെന്നും അധികം വൈകാതെ തന്നെ നമ്മുടെ കുഞ്ഞുമോള് മീനുവിന്റെ ഹൃദയം മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞു. എന്റെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താന് വേറെ ഒരു വഴിയില്ലെന്നറിഞ്ഞപ്പോ അവര് തകർന്നു പോയതാണ്. ഇപ്പോ ഡോക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു ഹൃദയം കണ്ടെത്തുക? അതിൽ അവർ ഓരോരുത്തരും സങ്കടപ്പെട്ട് കരയുമ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട, നിങ്ങളുടെ മകൾക്ക് ഉറപ്പായിട്ടും ഒരു ഡോണറെ കിട്ടിയിരിക്കും. എന്നാൽ അവര് പ്രതീക്ഷിച്ച പോലെ ഒരു ഡോണറും കിട്ടിയില്ല. പതിയെ ആ ഒരു കുഞ്ഞൂസിന്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഡോക്ടർ ഹീറോയും അതുപോലെ അനുവിനെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് ഒരു ഡോണറെ കിട്ടിയിട്ടുണ്ട്. ഒരു 8 വയസ്സുള്ള പെൺകുട്ടി ബ്രെയിൻ ഡെഡ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ മകൾക്ക് ആ കുഞ്ഞിന്റെ ഹൃദയം തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാം. അപ്പോൾ ആ ഒരു ഹാർട്ട് കൊടുത്ത പാരന്റ്സിനോട് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഹീറോ സന്തോഷത്തില് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഓപ്പറേഷൻ നടന്നു. എന്നാൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മകള് മീനു മരണപ്പെട്ടു പോയി. അതില് ഞങ്ങളും പ്രത്യേകിച്ച് അവളുടെ അച്ഛനും തകർന്നു പോയിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്ന് വരെ കേശവ് കരുതുന്നത് അവന്റെ മകള് മരണപ്പെട്ടിട്ടില്ല എന്നാണ്, അവന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഇമാജിനേഷൻ മകളോട് അവൻ തന്നെ സ്നേഹം കാണിക്കും. അപ്പോ വേറെ നിവൃത്തിയില്ലാതെ ഞാനും എന്റെ മകളും അവന് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ അവന്റെ കൂടെ നിൽക്കുന്നതാണ്. ദയവ് ചെയ്ത് എന്റെ മരുമകന്റെ മനസ്സ് തകർക്കരുത്. ചിലപ്പോ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അവൻ തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പലിന് അറിയുന്ന എല്ലാ കാര്യവും പോലീസ് ഹെഡിനോട് പറയാണ്. പിന്നെ അങ്ങേര് വെറുതെ നിൽക്കോ, നേരെ പോയിട്ട് ഹീറോയെ അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ അനു പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഹെഡ് അവര് പറയുന്ന കേൾക്കാതെ ഹീറോയെ അറസ്റ്റ് ചെയ്ത്
നേരെ കൊണ്ടുപോകുന്നത് ഒരു വയലിനരികിൽ വെച്ച് ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നില്ലേ ആ ഒരു സ്ഥലത്തേക്കാണ്. എന്നിട്ട് ഹെഡ് ചോദിക്കുന്നുണ്ട്, അല്ല കേശവേ, നിനക്ക് ഈ സ്ഥലം കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അസീന എന്നൊരു ചെറിയ പെൺകുട്ടി 8 വയസ്സ് മാത്രമുള്ള ആ ഒരു കുഞ്ഞിന്റെ ബോഡി കിട്ടിയിരുന്നത്. അപ്പോൾ ഹെഡ് പറയുന്നുണ്ട്, അവൾ ആരാന്നറിയോ? എന്റെ മകളായിരുന്നു. എന്റെ ജീവനായിട്ട് കരുതിയിരുന്ന എന്റെ മകളെ നീ കൊന്നു കളഞ്ഞില്ലേ? എന്റെ മകളുടെ കൊലയാളെ കണ്ടുപിടിക്കാന് നിന്നെ തടഞ്ഞാലല്ലാതെ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ടാ നിന്നെ ആക്സിഡന്റ് ആക്കിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഈ ഒരു സ്റ്റേഷനിൽ ഞാൻ ജോയിൻ ചെയ്ത്. അങ്ങനെ ഈ നാട്ടിൽ നടന്ന എല്ലാ പെൺകുട്ടികളുടെയും മരണം അന്വേഷിച്ചിറങ്ങിയപ്പോഴാ എനിക്ക് ഉറപ്പായത് ആ ഒരു കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിന് പിന്നില് നീ തന്നെയാണെന്ന്. ദ്രോഹി, നീ എന്റെ കുഞ്ഞിനെ അന്യായമായി കൊന്നു കളഞ്ഞില്ലേ? അതും പറഞ്ഞ് ഹീറോ എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. അവസാനം കത്തിയെടുത്ത് ഹീറോയെ കുത്തി കൊല്ലാൻ നോക്കുമ്പോ ഹീറോ പറയുന്നുണ്ട്, സാറേ സത്യമായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ എന്തിനാ കുഞ്ഞു കുട്ടികളെ കൊല്ലുന്നേ? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. എന്നാൽ ഹെഡ് പറയുന്നുണ്ട്, നീ ഇനി നുണ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ഹീറോ തന്റെ ജീവനും കയ്യിൽ പിടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹെഡ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രൊജക്ടറിൽ കാണിച്ചിട്ട് പറയുന്നുണ്ട്, അടുത്തതായിട്ട് കേശവൻ ഈ ഒരു പെൺകുട്ടിയാണ് കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഈ ഒരു നാട്ടില് 3 പെൺകുട്ടികള് നിലവിൽ മരണപ്പെട്ടില്ലേ? ആ 3 പെൺകുട്ടികളുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം തന്നെയായിരുന്നു. ഇനിയിപ്പോ ഈ ഒരു നാട്ടില് അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരേ ഒരു പെൺകുട്ടി അത് ഇവള് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഇനി പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ആ ഒരു കുട്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാണ്. എന്നാൽ ആ ഒരു കുട്ടിയാണെങ്കിൽ നല്ല കുറുമ്പിയാണ്. എനിക്ക് സൈക്കിൾ ഓടിക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു സൈക്കിൾ എടുത്ത് ഓടിച്ച് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ ആ കുട്ടിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അമ്മായപ്പനില്ലേ, അങ്ങേര് മുഖത്തൊരു മാസ്കം വെച്ച് കയ്യിലൊരു മരക്കഷ്ണം എടുത്തിട്ട് ആ ഒരു പോലീസുകാരനെ പിന്നിൽ നിന്ന് അടിച്ച് ബോധം കെടുത്തിട്ട് ആ കുട്ടി ഒരു വാനിൽ കയറ്റുന്നേ. അപ്പോഴാണ് നമ്മൾ കാണുന്നത് വാനിന്റെ ഉള്ളില് നമ്മുടെ ഹീറോയുടെ ഭാര്യയില്ലേ അനു, അവളൊരു സൈക്കോയെ പോലെ ഇരിക്കുകയാണ്. എന്നാൽ അടികിട്ടി താഴെ വീണ ആ ഒരു പോലീസുകാരനില്ലേ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വരുമ്പോഴാണ് അനുവിനെ കാണുന്നേ. അല്ല മേഡം, നിങ്ങളായിരുന്നോ? അവളുടെ അച്ഛനാണെങ്കിൽ ആ പോലീസുകാരനെ തള്ളി താഴെട്ടിട്ട് അവിടുന്ന് വാനും എടുത്ത് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് വന്നിട്ട് ആ പോലീസുകാരോട് ചോദിക്കുന്നത്, അല്ല എന്താ സംഭവിച്ചേ? സാറേ, ആ വാനിലെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹീറോ ആ വണ്ടിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അതിന്റെ ഉള്ളില് അനു ആണെങ്കിൽ ആ കുട്ടിയെ ബോധം കെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കുട്ടിയാണെങ്കിൽ ആ വാനിന്റെ പുറത്ത് തലയിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് അലറി വിളിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ ഓടിപ്പോയിട്ട് ആ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കുറച്ച് ദൂരെ പോയിട്ട് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മളെന്താ കരുതുക, നേരെ പോലീസിനെ വിളിക്കാന്നല്ലേ? എന്നാൽ ഹീറോ വിളിക്കുന്നത് തന്റെ ഭാര്യയെ തന്നെയാണ്. നീ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അടുത്തൊരു അമ്പലത്തിൽ വന്നതാ. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ നേരെ തന്റെ ഭാര്യയുടെ കാര്യം ഏൽപ്പിച്ചിട്ട് ആ വണ്ടിയുടെ പിന്നാലെ ഹീറോ ഓടുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോയിട്ട് ആ ഒരു വണ്ടി ബ്ലോക്ക് ചെയ്ത് തന്റെ അമ്മായപ്പനെ പിടിച്ച് പുറത്തിട്ട്, എന്തിനാടോ താൻ ഇതൊക്കെ ചെയ്യുന്നേ? അപ്പോ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് ഹീറോയുടെയും ഭാര്യയുടെയും മകളും മരണപ്പെട്ടില്ലേ, ആ ഒരു സങ്കടത്തില് വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് തെന്നിയിട്ട് താഴെ തെറിച്ചു വീണ് തല സ്റ്റെപ്പിലടിച്ചിട്ട് കുറച്ച് നാള് മുൻപ് അനു കോമയിലായിപ്പോയതാണ്. അങ്ങനെ കുറച്ച് നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അനു കണ്ണു തുറന്നപ്പോ അവള് പല കാര്യങ്ങളും മറന്നുപോയിരുന്നു. അവളുടെ മകള് മരണപ്പെട്ടതടക്കം. അതിനുശേഷം തന്റെ മകൾ ഇപ്പോഴും കൂടെയുള്ള പോലെ ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് അനുവിനെ രക്ഷിക്കാൻ എന്താ പ്രതിവിധി? അങ്ങനെ നേരെ ഒരു സൈക്കോളജി ഡോക്ടറെ പോയി കാണിച്ചപ്പോ അങ്ങേര് പറഞ്ഞത് ആ ഒരു ആക്സിഡന്റില് അവരുടെ ബ്രെയിനിന് ചെറിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ പഴയ കാര്യങ്ങള്, അവരുടെ മകള് മരണപ്പെട്ടതടക്കം അനു മറന്നുപോയിട്ടുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരോട് ആ ഒരു കാര്യം പറഞ്ഞാല് അവരുടെ ബ്രെയിനിന് അത് താങ്ങാൻ പറ്റില്ല. അവരുടെ ജീവന് തന്നെ ആപത്ത് സംഭവിച്ചേക്കാം. അതിനുശേഷമാണ് നമ്മുടെ ഹീറോയും അമ്മായപ്പൻ രാജും കൂടി അനുവിന്റെ ഇമാജിനേഷനെ സപ്പോർട്ട് ചെയ്തിട്ട് അവളുടെ മുൻപിൽ കുഞ്ഞുള്ളതുപോലെ എപ്പോഴും ആക്ട് ചെയ്തിരുന്നത്. ഇതുവരെ മാത്രമേ നമ്മുടെ ഹീറോയ്ക്ക് അറിയുള്ളൂ. എന്നാൽ ആ ഒരു ഫ്ലാഷ് ബാക്കിനുള്ളിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ രാജു പറയാണ്. അതായത് ഹീറോയുടെ കുട്ടിക്ക് ഒരു ഹാർട്ട് കൊടുക്കാന്ന് 8 വയസ്സിലൊരു കുഞ്ഞിന്റെ പേരൻസ് പറഞ്ഞിരുന്നില്ലേ? എന്നാൽ അവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. അതായത് ആ ഒരു പേരൻസ് ഡോക്ടറിന് കെട്ടുകണക്കിന് പൈസ കൊടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കില്ലേ? അതായത് ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചാല് ഈ ഒരു പേരൻസിലെ ഇവര് വളരെ റിച്ച് ആയിട്ടുള്ള പേരൻസ് ആണ്. അവരുടെ കുഞ്ഞിനാണ് ശരിക്ക് ഹാർട്ടിൽ കംപ്ലൈന്റ് ഉള്ളതും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനും പറ്റുള്ളൂ. അങ്ങനെ ട്രീറ്റ്മെന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ മകള് മീനുവിന് ചെറുതായിട്ട് പനി കൂടിയിട്ട് ഇതേ ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നത്. അങ്ങനെ അവളെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടപ്പോഴാണ് ഡോക്ടറിന് മനസ്സിലാവുന്നത് ഓൾറെഡി ആ ഒരു പണക്കാരൻ ഫാമിലിയിൽ നിന്ന് കുറെ പൈസ വാങ്ങിയിരുന്നില്ലേ, അതേ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മുടെ മീനുവിന്റേതും. അങ്ങനെ മീനുവിനെ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞ് അവര് വേണ്ട എല്ലാ ടെസ്റ്റുകൾ എടുത്തിട്ട് പണത്തിന്റെ അത്യാർത്ഥിയില് മീനുവിന്റെ ജീവൻ രക്ഷിക്കാന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറെ നിവൃത്തിയില്ലാന്നൊരു ഫേക്ക് കഥയും പറഞ്ഞ് മീനുവിന്റെ ഹാർട്ട് എടുത്തിട്ട് ആ ഒരു റിച്ച് ഫാമിലിയുടെ മകൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. ആ ഒരു വിഷയം എങ്ങനെയാണ് നമ്മുടെ രാജ് അറിഞ്ഞെന്ന് വെച്ചാല് അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന രാജിന്റെ ഒരു ഫ്രണ്ട് രാജിനോട് പറഞ്ഞതാണ്. ആ ഒരു കാര്യം നമ്മുടെ അനു അറിഞ്ഞിരുന്നു. അവളുടെ മകളെ കുരുതി കൊടുത്താന്ന് അറിഞ്ഞപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവള് നേരെ പോയിട്ട് ആ ഒരു ഡോക്ടറിനെ കൊങ്ങൊക്കെ പിടിച്ച് അയാള് ചെയ്ത ക്രൂരത ചോദ്യം ചെയ്തപ്പോ അങ്ങേരെ തള്ളിവിട്ടതാണ്. അങ്ങനെയാണ് അനുവിന്റെ തലയ്ക്ക് മുറിവ് പറ്റുന്നതും അവള് കോമയിലായി പോകുന്നതും. എന്റെ മകളെ ആ ഒരു ഡോക്ടർ ഗാൻ ഉപദ്രവിച്ചില്ലേ, അവനെ ഞാൻ വെറുതെ വിടണോ? ഞാൻ തന്നെയാണ് പ്ലാൻ ചെയ്ത് ഒരിക്കൽ രാത്രി
അയാളെ കൊന്നുകളഞ്ഞത്. ഇതേ സീൻ തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവളുടെ മരണപ്പെട്ട മകള് ഇപ്പോഴും കൂടെയുള്ള പോലെ അവള് ഇമാജിനേഷൻ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത്. എന്നാൽ അപ്പോഴും അവൾക്കറിയായിരുന്നു അവളുടെ മകൾക്ക് എന്തോ അസുഖമുണ്ടെന്ന്. അവളെ രക്ഷിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അനു ആത്മഹത്യക്ക് ട്രൈ ചെയ്തപ്പോ അവളുടെ അച്ഛൻ അവളെ രക്ഷിച്ചതാണ്. എന്നാൽ അപ്പൊ അനു പറഞ്ഞ് എന്റെ മകളുടെ ഹാർട്ടിലുള്ള കംപ്ലൈന്റ്, അതിൽ നിന്ന് അവളെ രക്ഷിക്കാനേ നമുക്ക് അവളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുവരണം. അവരുടെ ഹാർട്ട് എടുത്തിട്ടാണെങ്കിലും എന്റെ മകളെ എനിക്ക് രക്ഷിക്കണം. ഓൾറെഡി മകളുടെ മരണത്തിന് അനു മാത്രമല്ല സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ആയത്. അതിനുശേഷം രാജും മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. എന്നിട്ട് ഹീറോയോട് നിന്റെ മകള് എങ്ങനെയാ മരണപ്പെട്ടെന്ന് നീ അറിഞ്ഞില്ലേ? അതുപോലെ എന്റെ മകൾ അനുവിനെ എനിക്ക് കുരുതി കൊടുക്കാൻ പറ്റില്ല. അവൾക്ക് വേണ്ടി അവള് ചോദിക്കുന്ന എന്തും ഞാൻ ചെയ്തു കൊടുക്കും. അതും പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാം? എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്റെ ഭാര്യ അനുവിന്റെ കയ്യിലല്ലേ ഹീറോ കൊടുത്തിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിട്ട് തന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അനു ആ കുട്ടിയുടെ. എന്നാൽ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു ബോക്സ് കാണുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു കുട്ടിയെ കെട്ടിവെച്ചിട്ടുള്ളത്. പെട്ടെന്നാണ് അനു പിന്നിലൂടെ ഹീറോയെ അടിച്ച് ബോധം കെടുത്തുന്നത്. എന്നിട്ടൊരു ഭ്രാന്തിയെ പോലെ നിനക്ക് കാര്യം മനസ്സിലാവില്ലേ? എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ ഈ ഒരു കുഞ്ഞിന്റെ ഹൃദയം കിട്ടിയേ മതിയാവോ? അങ്ങനെ ഹീറോയെ വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ പൂട്ടി വെക്കുകയാണ്. അപ്പോഴാണ് ആരോ ആ വീടിന്റെ ബെല്ലടിക്കുന്നത്. പുറത്തുപോയി നോക്കുമ്പോ അത് നമ്മുടെ പോലീസ് ഹെഡാണ്. അങ്ങനെ അനുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നോ? ഇല്ല സാറേ, ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല. അങ്ങനെ വീട് മുഴുവനായിട്ട് നമ്മുടെ ഹെഡ് തേടി നോക്കുകയാണ്. ഹീറോ അവിടെ എവിടെയും ഇല്ലാന്ന് ഉറപ്പായപ്പോ ഹെഡ് പറയുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് വന്നാല് സ്റ്റേഷനിലേക്ക് വരാൻ പറ, അത് അവന് നല്ലത്. നിങ്ങളെങ്കിലും ഈ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്ന ഞാൻ കരുതാണ്. അങ്ങനെ ഹെഡ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോ അനുവിന്റെ ഇമാജിനേഷൻ മകളെ നോക്കിയിട്ട് പറയുന്നുണ്ട് മോളെ അങ്കിൾക്കൊരു ബായ് പറ. അപ്പോഴാണ് ഹെഡ് വണ്ടി നിർത്തിയിട്ട് കാറിന്റെ ഗ്ലാസ്സിൽ നോക്കുന്നേ. അവിടെ എങ്ങനെ ഒരു കുഞ്ഞിനെ കാണുന്നില്ല. ഇല്ലാത്ത കുഞ്ഞിനോട് ഇവരെന്തേ സംസാരിക്കുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ സംശയം തീർക്കാന് വീണ്ടും ഹെഡ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവസാനം ഒരു ബോക്സ് കണ്ടെത്തിയിട്ട് ബോക്സ് തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു കുഞ്ഞുള്ളത്. എന്നാൽ അതിനുള്ളിലെ അനു നമ്മുടെ ഹെഡിനെയും തലക്കടിച്ച് ബോധം കെടുത്തി താഴെയിട്ടാണ്. അങ്ങനെ ഹെഡിനെയും ആ ഒരു റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് ആ ഒരു റൂം ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ആണി അടിച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കുട്ടിയെ ആ ഒരു ഗ്രാമത്തിന്റെ പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെയാണെങ്കിൽ ഓൾറെഡി ആ ഗ്രാമത്തിലെ ഡോക്ടറെയും കമ്പൗണ്ടറെയും തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അനു ഡോക്ടറോട് പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വേഗം തന്നെ രക്ഷിക്കാൻ നോക്ക്. എന്നാൽ ഡോക്ടർ നോക്കുന്നുണ്ട് ഇവരിതെന്താ പറയുന്നത്, കുഞ്ഞെവിടെ? എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഹീറോയെയും ഹെഡിനെയും അനു വീട്ടിൽ ലോക്ക് ചെയ്തിരുന്നില്ലേ, അവരെ വാതിലും ചവിട്ടി തുറന്ന് പുറത്തിറങ്ങാണ്. എന്നിട്ട് അനുവിന്റെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയിട്ട് ആ ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ അനുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവളാണെങ്കിൽ ഒരു സൈക്കോയെ പോലെ പൊരിഞ്ഞ ഫൈറ്റ് അവള് നമ്മുടെ ഹെഡിന്റെ തലയിൽ കയറിയിട്ട് അങ്ങനെ അടിച്ച് താഴെ നോക്കുന്നുണ്ട്. എന്നാൽ ഹെഡ് ആണെങ്കിൽ അനുവിനെ തള്ളി താഴെയിട്ടിട്ട് അവളുടെ അച്ഛൻ രാജില്ലേ അങ്ങേരെ കുത്തി കൊന്നുകളയാണ്. അവസാനം ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നോക്കുമ്പോൾ അനു ആണെങ്കിൽ ഹെഡിനെ പിടിച്ചു വെക്കുകയാണ്. അവസാനം ഹീറോയ്ക്ക് വേറെ നിവർത്തിയില്ലാതെ അവളുടെ തലക്കൊരു മൺവെട്ടി ചടിക്കാണ്. അതില് അവളുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ നമ്മുടെ ഹീറോയുടെ അവസ്ഥ എന്താ? തനിക്കെന്ന് പറയാനേ ഇനി തന്റെ കുടുംബത്തിലെ ആരും ബാക്കിയില്ല. ഭാര്യയുടെ അച്ഛൻ, കുഞ്ഞുമകള് എല്ലാരും നഷ്ടപ്പെടില്ലേ. അതോർത്ത് ഹീറോയുടെ കണ്ണ് നിറയാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിലെ നേരെ സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോവാണ്. എന്നാൽ പോകുന്നതിന് മുൻപ് തിരിഞ്ഞ് തന്റെ ഭാര്യയ്ക്കും മകൾക്കും ഹായ് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഹീറോയുടെ മൈൻഡില് തന്റെ മരണപ്പെട്ട ഭാര്യയും മകളും ഇമാജിനേഷനിൽ തന്റെ കൂടെയുള്ളതുപോലെ തോന്നാൻ തുടങ്ങാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പ്രതീക്ഷ പോലെ ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് മറക്കാതെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കൂട്ടുകാർക്ക് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.